അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാകൃപയാലും മഹാകരുണയാലും ദൈവനാലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ദൈവത്തിരുനാമത്തിന് അനുയോജ്യമായ രീതിയിൽ ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും കരുണകളും കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കട്ടെ, വഴി നടത്തുമാറാകട്ടെ. തൻ്റെ തിരുനാമം നമ്മളിൽ കൂടെ മഹത്വമെടുക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ നാം 91-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു സങ്കീർത്തനം. ശക്തിയുടെയും ഒക്കെ ബലത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ പോലെയല്ല ദൈവത്തിൻ്റെ വചനം. അത് ജീവനും ചൈതന്യമുള്ളതാണെന്ന് തിരുവെഴുത്ത് തന്നെ പറയുന്നു. അത് ശക്തിയാണത്, ബലമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു എന്ന് പറയുന്നു. ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ശക്തിയുണ്ട്. അത് നമ്മൾ ജീവിപ്പിക്കുന്നതാണ്. വചനം അയച്ച് സൗഖ്യമാക്കി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വചനത്താൽ ധൈര്യപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. വചനത്തിൽ പ്രബോധനമുണ്ട്. എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ വചനം എല്ലാ അർത്ഥത്തിലും നമുക്ക് ആവശ്യമായതാണ്. നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ളതാണ്. നമുക്ക് മതിയായതാണെന്ന് പറയും. ദാറ്റ് ഇസ് ഇനഫ് ഫോർ എ മാൻസ് ലൈഫ്. ഒരു മനുഷ്യ ജീവിതം എപ്രകാരം നയിക്കുവാനും ലീഡ് ചെയ്യുവാനും എല്ലാം ദൈവത്തിൻ്റെ വചനം മതിയായതാണ്. എല്ലാവർക്കും ഉള്ള പ്രബോധനം, കുഞ്ഞു കുട്ടികൾ വരെ പ്രായമുള്ളവർക്ക് വരെ എപ്പോഴും പറയാറുണ്ട്. സാധാരണ ബാല്യത്തിൽ പഠിക്കുന്ന സങ്കീർത്തനം 23-ാമത്തെ സങ്കീർത്തനം. എന്നാൽ ജീവിതാന്ത്യത്തിലും അത് ചൊല്ലുമ്പോൾ ലഭിക്കുന്ന ബലം അത് ഭയങ്കരമാണെന്നാണ് പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, കുരുരു താഴ്കൂടി നടന്നാലും ഞാൻ അവനെ അടുത്തും ഭയപ്പെടുകയില്ല, എന്നേക്കും നിന്നോടുകൂടി വസിക്കും, നിത്യമായ നിന്റെ ആലയത്തിൽ പാർക്കും. ഒക്കെ ആ വാക്കുകളൊക്കെ ബാല്യം മുതൽ ചൊല്ലുന്ന ആ സങ്കീർത്തനം വാർദ്ധക്യത്തിലും അത് ബലമായി, ഊന്നുവടിയായി, പ്രത്യാശയായി, അങ്കൂരമായി എല്ലാം അത് മാറുകയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫോംഡ് ടു ദാറ്റ് സിറ്റുവേഷൻ. ആ ഏതൊരു സാഹചര്യത്തിനാണോ അതിനനുയോജ്യമായി അത് വന്നു ചേരുകയാണ് ആ വചനം. ആ സന്ദർഭത്തിനൊത്തവണ്ണം അത് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. ഒരു വചനം ഒരു സമയത്ത് നമ്മളെ ആശ്വസിപ്പിച്ചതുപോലെയല്ല മറ്റൊരു സമയത്ത്. ദൈവിക ആശ്വാസമില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ഇപ്പോൾ അതിന് പറയാറുണ്ട്, നമ്മൾ ഈ ചില ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കും. മനുഷ്യ വാക്കുകൾ കൊണ്ടുപോയി നമ്മൾ ആശ്വസിപ്പിക്കും, ആശ്വാസം കിട്ടത്തില്ല. ഈ ഗ്രാനൈറ്റിന്മേൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണെന്ന് പറയും. അത് എങ്ങനെയാണ് ശരിയെന്നാൽ കരിങ്കല്ലിന്മേൽ വെള്ളം ഒഴിക്കുന്ന പോലെ എന്ന് പറയും. എന്നാൽ ദൈവകൃപയോടുകൂടി ചെല്ലുവാണെങ്കിൽ കരിങ്കല്ലിനെയും അലിയിപ്പിക്കുന്ന രീതിയിലുള്ള മാസ്മരികമായ ശക്തി ദൈവ സാന്നിധ്യം അത് രൂപാന്തരപ്പെടുത്തുന്നതാണെന്ന് പറയും. ഈ രത്നങ്ങളൊക്കെ, വജ്രം അത് ഭയങ്കര കഠിനമാണ്. പക്ഷെ അതിനകത്ത് കുഞ്ഞാടിൻ്റെ ആടിൻ്റെ ചോര വീണാൽ ദുർബലമാകുമെന്ന് പറയുന്നത്. ആടിൻ്റെ ചോര വീണ ദുർബലമാകുന്ന വജ്രം, അത് ഹാർഡായിട്ടുള്ള പാർട്ടുകൾ അത് മൃദുവാകുമെന്ന്. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവിടുത്തെ രക്തത്തിന് അത്ഭുത ശക്തിയല്ല, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുക, ആശ്വാസം തരാൻ സാധിക്കുന്ന, ആശ്വസിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം, ഇപ്പം നമ്മൾ 91-ാം സങ്കീർത്തനം ചിന്തിക്കുകയാണ്. മോശയുടെ തന്നെ പ്രാർത്ഥനയാണെന്ന് ശീർഷകമില്ലാത്തതിന് എങ്ങനെ ചിന്തിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഈ 1-ാമത്തെ വാക്യം തന്നെ അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. എന്താണ് ഇതിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്? അത്യുന്നതിൻ്റെ മറവിൽ വസിക്കണം, സർവശക്തൻ്റെ നിഴലിൽ പാർക്കണം. വസിക്കുകയും പാർക്കുകയും ചെയ്യുന്നവൻ. വസിക്കുക, ഡൊല്ലിങ്, അത് പാർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിക്കുകയാണത്. അവിടെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്, നിർജീവമായിട്ടല്ല. അവിടെ ഒരു ജീവൻ്റെ അനുഭവം അവിടെയുണ്ട്. ഇനി അവൻ എന്താണ് ചെയ്യുക? അവൻ യഹോവയെക്കുറിച്ച് പറയും. നമ്മൾ പറയണം ദൈവത്തെക്കുറിച്ച്. ദൈവം ആരാണെന്ന് സന്ദർഭം കിട്ടുമ്പോൾ ഓരോ സന്ദർഭത്തിൽ അനുയോജ്യമായി പറയണം. നമ്മൾ ദൈവത്തോട്ട് പ്രാർത്ഥനയോടെ നമ്മളത് പറയാൻ സാധിക്കണം. കാരണം ദൈവമില്ല എന്ന് പുച്ഛത്തിൽ മൂടനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്ന ദൈവമായതിൽ ദൈവിക അനുഭവങ്ങളെക്കുറിച്ച് പറയണം, ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച് പറയണം, ദൈവിക അനുഭവം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം, നമ്മൾ ഓർക്കണം. ഇവിടെ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവം എന്ന് പറയുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്, എൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ള ജീവിതാനുഭവം. അതാ ഏറ്റവും വലിയ അക്കൗണ്ട് എന്ന് പറയുന്നത്. എൻ്റെ ദൈവം എനിക്ക് ഇവ ചെയ്തു എന്ന് പറയത്തക്കവണ്ണമുള്ള ജീവിത അനുഭവങ്ങൾ,
അതാണ് ശ്രേഷ്ഠം. നിത്യത്തിലേക്ക് നിലനിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്, മറ്റുള്ളവർക്കും അനുഗ്രഹപ്രദമായി തീരുന്നു. അതാണ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ. അറിയാം, പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെല്ലാം ചിലരെല്ലാം വളർന്നു വരുമ്പോൾ ജീവിത സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവർ പറയും, ബാല്യത്തിലെല്ലാം മാതാപിതാക്കളെല്ലാം ഈ ജീവിത അവർ അനുഭവം ഉള്ളവർ, വെറുതെ അറിവുള്ളവരല്ല, അനുഭവിക്കുന്നവർ. അവർ ഓരോ ഉപദേശങ്ങളുമൊക്കെ ജീവിത അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ചെവി കൊണ്ടില്ല എന്ന് തോന്നും, അവരെ മറുതലിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ അവർ പറയാം, അന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ വീണായിരുന്നു, അത് പിന്നെ ഇപ്പോഴും എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു, ഞാനത് അതെൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അന്ന് ഞാനത് മറുതലിച്ചതുപോലെ ഞാൻ കാണിച്ചു, എനിക്കിഷ്ടമല്ലാത്ത പോലെയൊക്കെ അന്ന് ഞാൻ കാണിച്ചു. പക്ഷേ അതിൽ നിന്ന് മാറിപ്പോയില്ല, അതങ്ങനെ വീണിട്ട് ആ വിത്ത് അവിടെ കിടന്ന് അത് തക്ക സമയത്ത് അതിൻ്റെ ജലവും എല്ലാം വളവും എല്ലാം കിട്ടി അത് വളർന്ന് ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതായിട്ട് അനേക സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയണം, വാക്കുകളിൽ പറയുമ്പോൾ അത് ഓരോ ഹൃദയത്തിലും അത് പതിക്കും. ആവശ്യ സമയത്ത് ദൈവകൃപയാൽ, ദൈവം നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാവിനൊക്കെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കാം. ദൈവമേ, ആ തക്ക സമയത്ത് പറയേണ്ടുന്ന വാക്ക്, നമ്മൾ സദൃശവാക്യത്തിൽ പറയുക, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ന് പറയും. അങ്ങനെ അത് അതിൻ്റെ മനോഹാരിതയാണ് പറയുന്നത്, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ. അപ്പം അങ്ങനെ പറയാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പറയണം, ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവവും എന്ത് പറയും, യഹോവയെക്കുറിച്ച് പറയും. ഇനി പറയാണ്, ആ ജീവസാക്ഷ്യത്തിൽ പറയാണ്, അവൻ എന്ത് ചെയ്യും, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും, തൻ്റെ തോലുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കും, അവൻ്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത അവനക്ക് പരിചയം പലകയുമാവുന്നു. വേട്ടക്കാരൻ്റെ കെണി എന്ന് പറഞ്ഞാൽ ഒത്തിരി അനർത്ഥങ്ങളെല്ലാം ഉള്ള ഒരു ലോകത്തിലാണ്. കെണികൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ തീമോഥെയോസ് വായിക്കും, അവിടെ ഒരു ദ്രവ്യാഗ്രഹം എന്നൊരു കെണി, അതിൽ വീഴുന്നു. അവിടെ അതിൽ വീഴിട്ട് ജീവൻ തന്നെ നാശത്തിലേക്ക് പോകുന്ന അനുഭവമായി മാറുന്നു. എത്ര പേരാണ് ഈ ദ്രവ്യാഗ്രഹം എന്ന കെണിയിൽ വീണ് കിടക്കുന്നത്? അതറിയില്ല. സകലവിധ പാപങ്ങൾക്കും മൂലമാണെന്നാണ് അവിടെ പറയുന്നത്. ദ്രവ്യാഗ്രഹം ചിലർ കാക്ഷിച്ചിട്ട്, അപ്പോൾ അതിനുള്ള ആഗ്രഹം വലിയൊരു കെണിയാണ് പല രീതിയിൽ. അതിനുവേണ്ടി എന്തും ചെയ്യുവാനും മടിക്കാത്തതായ മനുഷ്യർ. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദ്രവ്യാഗ്രഹം കൂടുമെന്നാണ് പറയുന്നത്. ദ്രവ്യ ആർജിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം മാർഗങ്ങളാണെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ആത്യന്തികമായി ആ ദ്രവ്യം കൊണ്ടവന് നിലനിൽക്കുന്നതായി അതൊന്നും ലഭിക്കുകയില്ല എന്നുള്ള സത്യം അനേകർ അവസാനമാണ് തിരിച്ചറിയുന്നത്. തിരിച്ചറിയുമ്പോഴത്തേക്ക് അതിൻ്റെ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കും, നല്ല കാലങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കും. അതേ ദ്രവ്യത്തിൽ തന്നെ ഒരു നന്മയുണ്ട്, പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. അപ്പം അതിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പക്ഷെ സന്മനസ്സുണ്ടെങ്കിലേ അതിന് സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സഹായത്തിനുള്ള വരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ദ്രവ്യം നേരായ രീതിയിൽ ആർജിച്ചിട്ട് അത് ദൈവോന്മുഖമായി സൽപ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഈ കെണികളെല്ലാം ഒഴിഞ്ഞ് ജീവിക്കണം. ഓസ്റ്റിൻ എന്ന് പറയുന്നത് ദൈവശുശ്രൂഷകൻ. അദ്ദേഹം വഴിയാത്ര ഒരു സ്ഥലത്ത് വിശുദ്ധനായ ഒരു പ്രസംഗൻ. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഒത്തിരി ശത്രുക്കളുണ്ട് അദ്ദേഹത്തിന്. എങ്ങനെയും വകവരുത്തുവാൻ നോക്കുന്ന ഒത്തിരി ശത്രുക്കളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ ഒരു പട്ടണത്തിൽ മീറ്റിങ്ങിന് വേണ്ടി പോവുക. ആ സമയവും ഇതെല്ലാം മനസ്സിലാക്കി ശത്രുക്കൾ ആ വഴിയിൽ പതിയിരിക്കുക. അന്നൊക്കെ കുതിരകളുടെ യാത്രയാണ്, യാത്രാ സൗകര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വഴിയിൽ പതിയിരിക്കുക, അദ്ദേഹം പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗൈഡുണ്ട്, വഴികാട്ടി. പക്ഷേ ഈ വഴികാട്ടിക്ക് വഴിതെറ്റി. എന്നിട്ട് ഒരു മറ്റു ഇടവഴിയിൽ കൂടെ പിന്നെ അവർ യോഗസ്ഥലത്തെത്തി. അവർ ഇടവരുത്തി ഒരു ഇടവഴിയിൽ കൂടെ കയറി വഴിതെറ്റിയെങ്കിലും അവർ യോഗസ്ഥലത്തെത്തി. പക്ഷേ ആ വഴി തെറ്റിയത് ദൈവഹിതമായിരുന്നു. അതിന് വഴിതെറ്റിക്കത് ഇടയാക്കിയതായിരുന്നു. കാരണം ആ ശത്രുക്കളെ ലജ്ജിതരായി അവർ നോക്കിയിരുന്നു, അദ്ദേഹത്തെ കണ്ടില്ല. പക്ഷെ ഇദ്ദേഹം ആ മറ്റു വഴിയിൽ കൂടി ചെന്ന് അവിടെ യോഗസ്ഥലത്ത് ചെന്ന് യോഗം നടത്തി അവിടെ ദൈവ ശുശ്രൂഷ നിർവഹിച്ചു എന്ന് കാണുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഈ സാധു സിംഗിൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അതിനകത്ത് ഒരെണ്ണം, അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു വിജനപ്രദേശത്ത് ഒരു കാട് പോലെ, അദ്ദേഹത്തിന് അങ്ങനെ എവിടെയാണ് പാർക്കുന്നതൊന്നും ഇല്ലല്ലോ, കാണുന്നിടത്തെല്ലാം അദ്ദേഹം സ്ഥലം കിട്ടുന്നിടത്തെല്ലാം പാർക്കുന്നത് പോലെ അദ്ദേഹം യാത്രയിൽ ദൈവ ശുശ്രൂഷയിൽ എവിടെയാണോ സാഹചര്യം കിട്ടുന്നത്, ചിലപ്പോൾ വാഹനങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ കാടുകളുടെ ഏതെങ്കിലും ഇതിലായിരിക്കാം, പൊട്ടിപ്പൊളിച്ച് കെട്ടിടത്തിൻ്റെ ഇതിലായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും.
അദ്ദേഹം അങ്ങനെ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഈ ക്രിസ്ത്യ വിരോധികൾ, സുവിശേഷ വിരോധികളായവർ എന്നും ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ആയുധധാരികളായിട്ട് വരികയാണ്. ഇദ്ദേഹം പാർത്തിരുന്ന സ്ഥലത്ത് ദൈവം വരുമ്പോഴെല്ലാം ഇവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഒരു 4-5 പ്രാവശ്യം ഒരു ട്രൈ ചെയ്യുക, എന്നും രാത്രിയാകുമ്പോൾ വരികയാണ്. പകലൊക്കെ ഇദ്ദേഹം ഏതെങ്കിലും മീറ്റിങ്ങിലൊക്കെ ആളുകളിലൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കാം, രാത്രി ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വരികയാണ്. അവസാനം ഇവർക്ക് പറ്റിയില്ല. എന്നിട്ട് ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അതിനകത്തൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങൾക്ക് ഏത് സംരക്ഷകരാണ് നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്? അവർ ഭയങ്കര ശക്തന്മാരാണല്ലോ എന്ന്. അപ്പോൾ സാവസംസ് ഏത് കാവൽക്കാർ? അല്ല, ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ കൊന്നുകളയാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളവിടെ വന്നപ്പോഴെല്ലാം നിങ്ങൾക്ക് ചുറ്റും വലിയ കാവലുണ്ടല്ലോ, ഭയങ്കര ശക്തന്മാരായ കാവൽക്കാരുണ്ടായിരുന്നല്ലോ, അത് ആരാണ് അവരെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സാധുസംസിക്ക് മനസ്സിലാകുന്നത് തനിക്ക് ചുറ്റും ദൈവം ദൂതന്മാരെ കാവലാക്കിയിട്ടുണ്ടെന്ന്. അല്ലേ? സങ്കീർത്തനത്തിൽ പറയും, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. എത്രയോ സാക്ഷ്യങ്ങളുണ്ടെന്ന് അങ്ങനെ അറിയാമോ? നമ്മളെയൊക്കെ കാവൽ ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയും, കാവൽ മാലാഖമാർ. നമ്മളറിയാതെ തന്നെ നമ്മളെ സൂക്ഷിക്കുക, നമ്മളെ താങ്ങുക. അതൊരു മനോഹരമായ അനുഭവമാണ്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് തനിക്ക് ചുറ്റും, അതായത് നമ്മൾ കാണുന്നുണ്ട് ഏലീശ പ്രവാചകൻ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അരാമ്യ സൈന്യം വന്ന് ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബാല്യക്കാരൻ പേടിക്കുക. 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായത്തിലാണ് ഈ പ്രവാചകൻ ദോദാനിലുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നുണ്ട്. അതായത് ഇവരുടെ രഹസ്യങ്ങളെല്ലാം ദൈവം ഈ എലീശ പ്രവാചകനെ വെളിപ്പെടുത്തിക്കൂടെ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ഇതപ്പോൾ ആരാ അത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എലീശ പ്രവാചകനാണെന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി അവിടത്തേക്ക് 14-ാമത്തെ വാക്യത്തിൽ പറയും, അവിടെ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇത് കണ്ടിട്ട് പേടിച്ചു. ഉടനെ അതിന് എലീശ പ്രവാചകൻ പറഞ്ഞു, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നവർ കണ്ടു. അപ്പോൾ ഈ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നപ്പോൾ കാണുക, ഈ എലീശ പ്രവാചകന് ചുറ്റും, ഇവരുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുക. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവർക്കുൾ അധികമെന്ന് പറയുകയാണ്. ഒരു ദൂതൻ ഇറങ്ങിയാണ് പാളയത്തിൽ സംഹരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രു സൈന്യത്തിൻ്റെ ഇതിൽ ഒരു ദൂതൻ ഇറങ്ങി. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മളെ കാവൽ ചെയ്യുന്ന ദൂതന്മാരൊക്കെ ശക്തരാണ് നമ്മളെ സംരക്ഷിക്കാൻ. പക്ഷേ ചില ക്ലേശങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുക നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവത്തിന് സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. നമ്മൾ എല്ലാറ്റിൽ കൂടെ ട്രയൽസ് ആൻഡ് ട്രാവൽസ്, അതെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന, പലതും നമ്മളെ പഠിപ്പിക്കാൻ, ട്രെയിൻ ചെയ്യാൻ, നമ്മളെ ശക്തരാക്കാനൊക്കെയാണ്. കഴിഞ്ഞ ദിവസത്തിനകത്ത് കണ്ടു, ഈ പ്രതിരോധ സേനയിൽ, അതായത് ആർമിയിലൊക്കെ, അതിനകത്തൊരു വനിതയെ ഈ ഒരു ടാങ്കിൽ ഐസാണ് നിറച്ചിരിക്കുന്നത്. അതിനകത്ത് മുഴുവൻ ഐസ് വാട്ടറാണ്, അത് മുഴുവൻ ഐസുകൾ ഇങ്ങനെ ക്യൂബ്സ് നിറയ്ക്കുക, അതിനകത്ത് മുക്കി പിടിക്കുക, ഉയർത്തുക, പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അവരങ്ങനെയുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കണം, അതിനുവേണ്ടി ഇവരെ ട്രെയിൻ ചെയ്യുകയാണ് ആ കഠിനമായ പാതയിൽ കൂടെ സഞ്ചരിക്കുവാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് രക്ഷിക്കും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. സ്നേഹവാനായ ദൈവമേ, കൽപ്പിച്ച എല്ലാ വചനങ്ങൾക്കായ സ്തുതി. അവിടുന്ന് ജീവനുള്ള ദൈവമായി, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമായി, അവിടെ എത്ര യാഥാർത്ഥ്യമാണ്, റിയലാണെന്ന് എൻ്റെ ദൈവം എന്ന് പറയത്തേക്കാണ് നമ്മൾ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ധന്യമാക്കണമേ കർത്താവേ. ആ ഒരു നിക്ഷേപം ഞങ്ങൾക്ക് തരണം. എൻ്റെ ദൈവം വലിയവ ചെയ്തു എന്ന് പറയാൻ, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കാൻ മറ്റുള്ളവർ സാക്ഷിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തെ അതിനായി ധന്യമാക്കണം. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. മുഖത്തോടുന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മതിയായവൻ എന്നെ